May the name of the Lord be glorified. നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട നാമം മഹത്വപ്പെടുമാറാകട്ടെ. It's a joy to see so many of you have turned up even tonight. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവമക്കളെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയാണല്ലോ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. My loving greetings to all the dear ones who have gathered tonight. ഈ സന്ധ്യാസമയത്ത് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. And I came to understand that so many are listening through the internet. അത് മാത്രമല്ല, മാധ്യമത്തിൽ കൂടെയും ധാരാളം പേര് ഇത് കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. I was surprised to hear that more than 1,500 people have been hearing yesterday's message. കഴിഞ്ഞ രാത്രിയിലെ സന്ദേശം തന്നെ ഏകദേശം 1,500ഓളം പേര് അവർ ഈ മാധ്യമത്തിൽ കൂടെ ശ്രവിച്ചു എന്ന് കേട്ട് ഞാൻ ആശ്ചര്യചകിതനായിരിക്കുന്നു. We have taken a very crucial topic which should be analyzed in these days. ഈ നാളുകളിൽ നാം വിചിന്തനം ചെയ്യേണ്ടിയ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ സന്ധ്യാസമയത്ത് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. We know after the rapture, tribulation period will take place. നമുക്കറിയാം, ഉൽപ്രാവണത്തിന് ശേഷം മഹാപീഡനത്തിന്റെ സമയം ആരംഭിക്കുന്നതായിരിക്കും. And the Bible has very clearly depicted before us what are the things that will take place in the tribulation period. വേദപുസ്തകത്തിൽ ആ മഹാപീഡന സമയത്ത് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും അതിനെക്കുറിച്ച് അക്കമിട്ട് വളരെ വിശദമായിട്ട് തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. God has taken Revelation chapter 4 till chapter 19 to describe ആ വിഷയങ്ങൾ വിവരിച്ച് പറയുവാൻ വേണ്ടി വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ ആരംഭിച്ച് 19-ാം അധ്യായം വരയ്ക്കുമാണ് അതിനുവേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. We saw that there won't be the church here because we will be taken up by rapture. ആ സമയത്ത് ആ കാലഘട്ടത്ത് സഭയെ കുറിച്ച് ഒരു ഉല്ലേഖനവുമില്ല. അതിന്റെ കാരണം ഉൽപ്രാവണ സമയത്ത് സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. But the Lord wanted his people to understand what is going to happen. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് തന്റെ ജനം ആ സമയങ്ങളിൽ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അതിനെക്കുറിച്ചൊരു അറിവ് അവർക്കുണ്ടായിരിക്കണം. When they understand that, they will be able to analyze the events that is leading to it. ഈ കാര്യങ്ങൾ ദൈവജനം അറിയുമ്പോൾ ആ ഉൽപ്രാവണത്തിന് മുൻപ് ആ കാര്യങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് നീങ്ങുന്നത് അതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകുവാനായിട്ട് അത് സഹായകമായിരിക്കും. That is the reason we have taken the topic, the world events that is leading to the tribulation period. അതുകൊണ്ടാണ് ഈ സന്ധ്യാസമയത്ത് ലോക സംഭവങ്ങൾ അത് മഹാപീഡനത്തിന്റെ കാലത്തിലേക്ക് നമ്മെ നയിക്കുന്നു ആ വിഷയത്തെ ആസ്പദമാക്കി നാം ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. Because of the restricted time, we won't be able to cover up everything. ഒരു സീമിതമായ സമയമാണ് നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഉൾക്കൊള്ളിക്കുവാനായിട്ട് കഴിയുമോ അറിഞ്ഞുകൂടാ. But we will try to analyze the certain important events. എന്നാൽ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും നാം ഉല്ലേഖനം ചെയ്യുന്നതായിരിക്കും. One of the greatest event that is taking place in our time is that we are moving to a globalism. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആഗോള വ്യാപകം എന്ന ആ ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. We studied from the scriptures and from the events that is taking place in the world that we have moved from tribalism to nationalism and now we are moving to globalism. നാം തിരുവെഴുത്തിന്റെ ആധാരമാക്കി തന്നെ അത് കൂടാതെ സംഭവ വികാസങ്ങളെ കാണുമ്പോൾ നാം കാണുന്നത് ഗോത്രവർഗയുടെ ഭരണത്തിൽ നിന്നും രാഷ്ട്രങ്ങളുടെ ഭരണത്തിൽ നിന്നും ഇപ്പോൾ ആഗോള വ്യാപകമായിട്ട് ഏകലോക ഭരണത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. What an important event taking place. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. We saw from Revelation chapter 13 that Antichrist will have a rulership over all the world. നാം ഇന്നലെ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കി, അന്തിക്രിസ്തു ഏകലോക ഭരണത്തിൽ ഭരണാധികാരിയായിട്ട് സകലത്തെ ഭരിക്കുവാൻ വേണ്ടി അവൻ വരും. People could not have imagined how can a person rule the whole world. ഒരിക്കലും ആർക്കും ചിന്തിക്കുവാൻ കഴിയുകയില്ല ഏക വ്യക്തി എങ്ങനെയാണ് സർവ്വലോകത്തെ തന്നെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുന്നത്. But today God's people can understand that it is slowly moving to that. എന്നാൽ ഇന്ന് ദൈവമക്കൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംഭവ വികാസങ്ങൾ അതിലേക്കാണ് നയിക്കുന്നത്. We have children who are in light.
നാം വെളിച്ചത്തിന്റെ മക്കളാണ്. We are not in darkness. നാം അന്ധകാരത്തിലല്ല വസിക്കുന്നത്. That is the reason Paul wrote to the Thessalonians. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് In 1 Thessalonians chapter 5, 1 തെസ്സലോനിക്കർ അതിന്റെ 5-ാം അധ്യായത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: that day will not overtake you as a thief. അത് ആ ദിവസം ഒരു കള്ളനെ പോലെ നിങ്ങളിലേക്ക് വരികയില്ല. Because you are the children of light. കാരണം നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. Only the people who are in darkness, it will take as a thief. ആ അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് അത് കള്ളനെ പോലെയുള്ള ഒരു സംഭവമായിരിക്കും. We read it in verses 2 and verses 4. 5-ാം അധ്യായത്തിലെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. And verses 4 we read, 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: Brethren, it will not overtake you as a thief, because you are all in light. അവിടെ നമ്മൾ വായിക്കുന്നത്, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. That is the reason the prophetical word that is leading to tribulation is revealed to us. അതുകൊണ്ടാണ് ഈ പ്രവചന വിഷയങ്ങളിൽ ആ മഹാപീഡന കാലത്തിന്റെ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നത്. The mystery of iniquity, Paul told, it is already in work. അധർമ്മത്തിന്റെ ആ മർമ്മങ്ങൾ അത് നമ്മെ വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. Yes, it will lead to ultimately to a man, who is brought by Satan to rule this world. ഈ സകല കാര്യങ്ങൾ സാത്താനാൽ നിയമിക്കപ്പെട്ട ആ അന്തിക്രിസ്തു ഏക വ്യക്തിയിലേക്ക് നയിക്കുന്നതാണ്. These nations are tirelessly working for a one world government. രാഷ്ട്രം മുഴുവനും അവർ അഹോരാത്രം അധ്വാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഒരു ഏക ലോക ഭരണത്തിന് വേണ്ടി. Many organizations behind it. പല സംഘടനകൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. We were analyzing certain factors. അതിന്റെ ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയായിരുന്നു. Nations are taking out their borders now. രാഷ്ട്രങ്ങൾ അവരുടെ അതിരുകൾ അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. Now we are moving as one, market. ഇന്ന് നമുക്ക് ഏക വ്യവസായത്തിന് വേണ്ടിയുള്ള ഒരു ചന്ത നമുക്ക് വേണ്ടി ലോകവ്യാപകമായിട്ട് തുറന്നിരിക്കുന്നു. We saw it started in 2001 by WTO. അത് 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന WTO എന്ന ആ ഒരു സംഘടനയിൽ കൂടെ രൂപം കൊണ്ടു, ആരംഭം കൊണ്ടു. That is the reason after that we find a lot of foreign, companies working in India, and India is going abroad also. അതിന്റെ ഫലമായിട്ട് ഇന്ന് പല വിദേശ കമ്പനികൾ അവരുടെ വ്യവസായം, അവരുടെ വ്യാപാരം നമ്മുടെ രാജ്യത്തിൽ നടത്തുന്നു. നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാരങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് വ്യാപൃതനായിരിക്കുകയാണ്. When the nations come together, ഈ രാഷ്ട്രങ്ങൾ അവർ ഒന്നിച്ചു വരുമ്പോൾ they are trying to make it very easy again and again. അവർ കാര്യങ്ങൾ വളരെ സരളമാക്കുവാനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. We saw yesterday about the electrical, solar grid that is going to be brought by the nations. കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയായിരുന്നു ഊർജം, അതായത് സൗര ഊർജം തന്നെ അതിനെ ഒരേ ഗ്രിഡിൽ തന്നെ കൊണ്ടുവന്ന് പങ്കുവെക്കുവാനായിട്ടുള്ള ഒരു നീക്കം. Not by the individuals, by the nations. അത് ഓരോ വ്യക്തികളിൽ നിന്നല്ല, അത് രാഷ്ട്രങ്ങൾ തമ്മിൽ. Yeah, India and Saudi Arabia has already signed the treaty. അതിനുവേണ്ടി പ്രാരംഭമായിട്ട് തന്നെ ഭാരതദേശവും സൗദി അറേബ്യയും അവർ അതിന്റെ ഒരു ഉടമ്പടി അവർ ഒപ്പിട്ട് കഴിഞ്ഞു. And the cable will be laid through the oceans. ആ ഊർജ്ജം പങ്കുവെക്കുവാൻ വേണ്ടിയുള്ള കേബിളുകൾ അത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കൂടെ അത് നീക്കം വരും. Ultimately, what their plan is, when sun rises in one place of the world, there the electricity will be produced and given to the place where there is night. അത് ഒരു ഗോളാർദ്ധത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അവിടെ നിന്ന് ഊർജം അത് ശേഖരിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ, അതായത് ഇരുട്ടിലുള്ള ഭാഗത്തേക്ക് അത് കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് പകൽ വരുമ്പോൾ അവിടെ നിന്ന് ഊർജം സമ്പാദിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കുക. You have read it in just 3-4 days back it was in the newspaper. 3-4 ദിവസം മുമ്പാണ് ആ ഏകലോകം ഏക ഗ്രിഡ് എന്ന് പറയുന്ന വാർത്ത നമ്മുടെ ദിനപത്രങ്ങളിൽ തന്നെ വന്നു. Brothers and sisters, what a wonder it is. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, എന്തൊരു ആശ്ചര്യമായിട്ടുള്ള വിഷയങ്ങളാണ്. One world, ഒരു ലോകം, grid. ഒരു ലോകം, ഒരു ഗ്രിഡ്. One world and one trade organization. ഒരു ലോകം, ഒരു വ്യാപാരം സംവിധാനം. I was very seriously I was looking to the messages our presidents and prime ministers were giving. ഞാൻ വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ ഈ ഭാരതദേശത്തിന്റെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവർ നൽകുന്ന സന്ദേശങ്ങളെ ഞാൻ കേൾക്കുകയായിരുന്നു. After every event like G20, G8,
and conferences of international community, they will speak like this: more liberalization and more openness. We need to open more and more. Our country should be open for other countries. ഓരോ അന്തർദേശീയ തലത്തിലുള്ള G20 ആകട്ടെ, G8 ആകട്ടെ, ഈ സമ്മേളനങ്ങൾ, ഈ ഉച്ചകോടികൾ സമാപിക്കുമ്പോൾ അതിനുശേഷം നമ്മുടെ രാഷ്ട്രത്തിലെ നേതാക്കന്മാര്, പ്രത്യേകിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും, അവർ ഏകസ്വരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണം, സകല അതിരുകൾ തുറന്നു കൊടുക്കണം, നമ്മുടെ മധ്യത്തിലുള്ള ഒരു ഐക്യത, ഒരു ഏകലോക ഒരു സ്ഥിതിയിലേക്ക് നാം വരണമെന്ന്. Man cannot exist. When they analyze the events taking place in this world, man cannot exist without this one world government. എന്നാൽ ഈ സംഭവ വികാസങ്ങളെ നാം നോക്കുമ്പോൾ ഈ ഏകലോക ഭരണത്തിലേക്ക് നീങ്ങുന്നില്ലെങ്കിൽ അവരുടെ സ്ഥിതി തന്നെ ഇല്ലാതെയായി തീരും എന്നൊരു ചിന്തയാണുള്ളത്. Yesterday we were analyzing about the treaties made by the nations. കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയായിരുന്നു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടി, അതിൽ അവർ ഒപ്പിട്ട് ആ ഉടമ്പടിയിൽ ആശ്രയിച്ചാണ് അവർ മുൻപോട്ട് പോകുന്നതെന്ന്. Another factor I'm going to take tonight. ഈ രാത്രിയിൽ ഞാൻ മറ്റൊരു വിഷയത്തെ കുറിച്ച് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Technologies that is leading to one world government. ഈ നമ്മുടെ ടെക്നോളജി, നമ്മുടെ ശാസ്ത്ര ആധുനിക ശാസ്ത്രങ്ങൾ, ടെക്നോളജിയുടെ ആ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതെങ്ങനെയാണ് ഏകലോക ഭരണത്തിലേക്ക് നീങ്ങുന്നത്? When we turn to again Revelation chapter 13, ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നാം വീണ്ടും വരുമ്പോൾ, keep it in mind, 2000 years back God has revealed that. മനസ്സിൽ കുറികൊള്ളുക, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇത് നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. Verses 16 we read, അതിന്റെ 13-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: He causes all, both small and great, rich and poor, free and slave, to receive the mark on their right hand or their forehead. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായി എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. And no one will be able to buy or sell except he has this mark. ഈ മുദ്ര ഇല്ലാതെ വാങ്ങുവാനോ വിൽക്കുവാനോ ആയിട്ട് കഴിയുകയില്ല. It is going to happen throughout the world. ഇത് ലോകമെമ്പാടും സംഭവിക്കാനായിട്ടുള്ള ഒരു വിഷയമാണ്. A financial control that is going to come on the whole world. ഈ വിഷയത്തെ ആധാരമാക്കി നാം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുവായ പിശാച് അതിന് വിവിധ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ കൊണ്ടുവരും. Anyhow, let us continue the topic we were meditating. നാം ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ നമുക്ക് തുടർന്ന് മുൻപോട്ട് പോകാം. What I want to tell you today is the technology that is needed to make this control of the world economy is ready now. ഈ ലോകത്തിന്റെ ധനസമ്പത്ത് അത് നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള ടെക്നോളജി അത് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And it is already there now. അത് ഇപ്പോൾ തന്നെ അത് ഒരുങ്ങിയിരിക്കുന്നു. The modern computers, internet, etc. has given the way for this event that is to take place in the tribulation is already set up. മഹാപീഡന കാലത്ത് ഈ ധനവിനിമയത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ള അത്യാധുനികമായിട്ടുള്ള കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അതിപ്പോൾ തന്നെ ലഭ്യമായിരിക്കുന്നു. Internet will be one of the arm of one world government that is going to come in the world through Antichrist. ഏകലോക ഭരണത്തിന്റെ ഒരു പ്രധാന ഭുജമായിട്ട് പ്രവർത്തിക്കുന്നതും ഈ ഇന്റർനെറ്റ് സംവിധാനമായിരിക്കും. And recently we were hearing the news from in the newspapers that India, China, Russia, they are all trying to replace currency by digital currencies. ഈ നാളുകളിൽ നാം കേട്ട ഒരു വാർത്തയാണ്, ഇന്ത്യയും ചൈനയും റഷ്യയും അവർ നമ്മുടെ ഈ ധനവിനിമയം അത് നമ്മളുടെ പണം ആയിട്ട് അല്ലെങ്കിൽ കാശായിട്ട് ആകാതെ അതും ഡിജിറ്റൽ രൂപത്തിലായിരിക്കും ഇനി അതിന്റെ വിനിമയം നടക്കുന്നത്. Mainly Russia and China wanted to compete US. പ്രധാനമായിട്ട് റഷ്യയും ചൈനയും അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അവരുടെ ആ സമ്പത്തിന്റെ അതിന്റെ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് അവർ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. They want to bring down the dominance of dollar in the world. ഈ ലോകം മധ്യത്തിലുള്ള ആ ഡോളർ എന്ന് പറയുന്ന കറൻസിയുടെ ആധിപത്യത്തെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Especially after Ukraine war. പ്രത്യേകിച്ചും യുക്രൈന്റെ യുദ്ധത്തിന് ശേഷമാണ് അതിനുവേണ്ടി അവർ ഒരുങ്ങുന്നത്. Russian European nation has brought
embargo against Russia, economical embargo. അവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് റഷ്യയുടെ ആ ധനവിനിമയത്തിലുള്ള ആധിപത്യം അത് കൂടി വരികയാണ്. No, in order to curtail it, they have brought embargo. അതിനൊരു പ്രത്യേകമായിട്ട് അതിനൊന്ന് നിർത്തുവാൻ വേണ്ടി, അതിനൊരു താൽക്കാലികമായിട്ട് അതിനെ നിർത്തുവാൻ വേണ്ടി ഒരു ഉപരോധം അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. So Russia is actually suffering economically. അതുകൊണ്ട് പണപരമായിട്ട് റഷ്യ വളരെ ഒരു ദയനീയ സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. And in order to bring the dominance of dollar, China and Russia together they decided we should bring this currency, digital currency. അതുകൊണ്ടാണ് ഈ ഡോളറിന്റെ ആധിപത്യത്തെ അവസാനിപ്പിക്കുവാൻ വേണ്ടി ചൈനയും റഷ്യയും അവർ ഒരുമിച്ച് ചേർന്ന് ഡിജിറ്റൽ രൂപേണ ഉള്ള പണവിനിമയം അതിനെ മുൻപോട്ട് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നു. India already started it. അത് ഭാരതദേശത്തിൽ അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Digital rupee, Indian government is bringing. നമ്മുടെ ഭരണകർത്താക്കൾ തന്നെ, നമ്മുടെ സർക്കാർ തന്നെ ഈ ഡിജിറ്റൽ രൂപേണ ഉള്ള ധനം, ആ പണവിനിമയം അത് കൊണ്ടുവരുവാനായിട്ട് ഒരുക്കത്തിലായിരിക്കും. You know, it is a very serious event. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. The event taking place in the world about this currency world is actually leading to this digital currency which is told in chapter 13. ഈ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം നാം നോക്കുമ്പോൾ അത് ഈ ഡിജിറ്റൽ ആയിട്ടുള്ള പണവിനിമയം അതിനെ സൂചിപ്പിക്കുന്ന വിഷയമാണ്. Yes, it is very, very serious. അത് വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമാണ്. You can say, according to the biblical terms, it is a rising of commercial Babylon. ഇത് നമുക്ക് ഈ വിധത്തിൽ നമുക്ക് വേദപുസ്തകത്തിലെ വാചകം ഉദ്ധരിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ബാബിലോണിയ ഒരു വ്യാപാരത്തിന്റെ ഒരു സംസ്കാരമാണ് വളർന്നു വരുന്നത്. Chapter 13 of Revelation, വെളിപ്പാട് പുസ്തകത്തിന്റെ 13-ാം അധ്യായം. Chapter 17 of Revelation, വെളിപ്പാട് പുസ്തകത്തിലെ 17-ാം അധ്യായം. Chapter 18 of Revelation, വെളിപ്പാട് പുസ്തകത്തിലെ തന്നെ 18-ാം അധ്യായം. These 3 chapters is giving the picture of world trade that will take place in the tribulation time. ഈ മഹാപീഡന കാലത്ത് ലോകത്തിൽ നടക്കുന്ന വ്യാപാര വിനിമയം അതിനെക്കുറിച്ച് ഒരു ചിത്രം നൽകുന്ന അധ്യായങ്ങളാണ് ഈ 13-ഉം 17-ഉം 18-ഉം അധ്യായങ്ങൾ. In the chapter 18, it is a fall of Babylon that is doing this business. 18-ാം അധ്യായത്തില് ബാബിലോൺ ആ നഗരത്തിലെ പതനം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആണല്ലോ ഈ വ്യാപാരത്തിന്റെ കേന്ദ്രമായിരുന്നത്. I was seriously looking into the write-ups and everything to find out why it is so important, this Babylon. ഈ ഞാൻ വാസ്തവം പറഞ്ഞ വളരെ സൂക്ഷ്മതയോടും ഗൗരവത്തോടും കൂടി വീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ ബാബിലോണിൽ സകല കാര്യങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. You know that Babylon is actually in present Iraq. നമുക്കറിയാം ഈ ബാബിലോൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയത്തെ ഇറാഖ് ദേശത്തുള്ള സ്ഥലമാണ്. They went to a place known as Shinar and there they built the Tower of Babel. നമുക്കറിയാം ആ സ്ഥലത്ത് അവർ സീനാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ബാബേൽ ഗോപുരം അവർ പണിഞ്ഞത്. You find it in this name in Daniel chapter 1 and in Genesis also. ഉൽപ്പത്തി പുസ്തകത്തിലും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും അതിനെക്കുറിച്ച് നാം കാണുന്നുണ്ട്. I'm not going to take those verses, but I want to just concentrate on only certain things. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ അത് ഉല്ലേഖനം ചെയ്തത്. But I want to tell you something. എന്നാൽ ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, Iraq is going to be rebuilt again. ഈ ഇറാഖ് എന്ന് പറയുന്ന രാഷ്ട്രം അത് വീണ്ടും പണിയപ്പെടും. You may ask me whether any proof in the scripture. അതിന് വേദപുസ്തകത്തിനെ അടിസ്ഥാനമാക്കി എന്തെങ്കിലും അതിന് തെളിവുണ്ടോ എന്ന് I'm going to give you this what the scripture teaches. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്, എന്താ പഠിപ്പിക്കുന്നത്, ഞാൻ അതൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. Keep it in mind, Iraq, we know it is near Kuwait, Saudi Arabia, etc., where they produce highest percentage of petrol, oil. ഈ ഇറാഖ് അത് സൗദി അറേബ്യയും കുവൈറ്റിനും അടുത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. It is estimated that Iraq has more oil than Saudi Arabia. ഇത് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, സൗദി അറേബ്യയെക്കാട്ടിലും കൂടുതൽ എണ്ണ സമ്പത്തുള്ളത് ഇറാഖ് രാഷ്ട്രത്തിലാണ്. Unfortunately, till now that is not taken properly. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതുവരെയ്ക്കും അതിനെ നേരായ വിധത്തിൽ അവർക്ക് എടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. Not only that, constantly we are hearing about turmoil in Iraq. അത് മാത്രമല്ല, ഇറാഖിൽ തന്നെ ഉള്ള പ്രശ്നങ്ങളും അവരുടെ രാജ്യത്തിനുള്ളിലുള്ള പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു. From 1963, 1963 മുതൽ there was a revolution of Baath Party.
അവിടെ അവരുടെ രാഷ്ട്രപരമായിട്ടുള്ള നേതാക്കളും പാർട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. There was a revolution, വിപ്ലവം. അവിടെ ഒരു വിപ്ലവം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. And because of that, Saddam Hussein came into power. അതിനുശേഷം നമുക്കറിയാം സദാം ഹുസൈൻ അധികാരത്തിലേക്ക് വന്നു. The next year he started a war with Iran. അതിന്റെ അടുത്ത വർഷം തന്നെ, അധികാരത്തിൽ വന്ന അടുത്ത വർഷം തന്നെ ഇറാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. That went on 8 years. അത് 8 വർഷത്തോളം നീണ്ടു നിന്നു. 1981 1981 and 1981 Israel bombed the nuclear reactor in Iraq, was Iraq. 1981 തന്നെ ഇസ്രായേല് അണുബോംബ് അവിടെ വിക്ഷേപണം ചെയ്തു. 1991 Saddam Hussein invaded Kuwait. 1991 സദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിച്ചു. World nations attacked Iraq. ആ സമയത്ത് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇറാഖിന്റെ വിരുദ്ധമായിട്ട് യുദ്ധം ചെയ്തു. That is in Kuwait. അത് കുവൈറ്റ് യുദ്ധം എന്നറിയപ്പെടുന്നു. Again 2003 there was a war against in Kuwait against them. 2003 വീണ്ടും ഒരു യുദ്ധമുണ്ടായി. Sorry, in Iraq, yes. ഇറാഖിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടായി. They thought there is mass destructive weapons. അവിടെ ഇറാഖിൽ വളരെ വലിയ വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ അവരുടെ കരവശമുണ്ട് എന്നൊരു ചിന്ത വന്നു. If you look constantly one after another, there is turmoil and revolution and war in Iraq. ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയങ്ങളിൽ അവിടെ ആന്തരികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിപ്ലവങ്ങൾ ആ രാജ്യത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. Do you know why? കാരണം എന്താണ്? Iraq is going to be rebuilt again. കാരണം ഇറാഖ് വീണ്ടും പണിയപ്പെടും. Iraq is one of the richest nations, but their oil is not taken properly. ഇറാഖ് ഏറ്റവും സമ്പത്തുള്ള ധനശാലിയായിട്ടുള്ള രാജ്യമാണ്. എന്നാൽ അവിടെയുള്ള സമ്പത്തിന് അവർ ശരിയായ രീതിയിൽ അവർ അത് എടുത്തിട്ടില്ല. It is a country that is blessed by God. ആ രാജ്യത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് there are other countries who produce oil. മറ്റ് രാജ്യങ്ങളുണ്ട്, അവർക്കും എണ്ണ സമ്പത്തുണ്ട്. But Iraq has got not only oil, they have 2 running river in their land. ഇറാഖിനെ സംബന്ധിച്ച് ഒരു എണ്ണ സമ്പത്ത് മാത്രമല്ല, 2 അവിടെ ഒഴുകുന്ന വലിയ നദികളുണ്ട്. Euphrates and Tigris. ടൈഗ്രീസും യൂഫ്രട്ടീസും എന്ന് പറയുന്ന 2 വൻ നദികളാണ് അതിൽ കൂടെ ഒഴുകുന്നത്. They have fresh water and they have oil also. അവർക്ക് നല്ല വെള്ളം അവർക്ക് ലഭ്യമാണ്. അത് മാത്രമല്ല എണ്ണ സമ്പത്തും അവർക്കുണ്ട്. I can prove from scripture that Israel is going to develop, this Iraq. തിരുവെഴുത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് തെളിയിച്ചു തരുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ഇറാഖിനെ പണിയുവാൻ വേണ്ടി സഹായകമായിട്ട് വരും. Iraq will be the capital of commerce, Antichrist capital of commerce. ഈ ഇറാഖ് ആയിരിക്കും അന്തിക്രിസ്തുവിന്റെ ആ ഭരണത്തിന്റെ തലസ്ഥാനമായിട്ട് ഉയർന്നു വരുന്നത്. Will Iraq is going to rebuild? ഇറാഖ് വീണ്ടും പണിയപ്പെടുമോ? Turn with me to Zechariah chapter 5. സെഖറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. This is an event that is leading to the final tribulation period. മഹാപീഡനത്തിന്റെ ആ കാലത്തിലേക്ക് നയിക്കുന്ന ഒരു വിഷയമാണ്. That is the reason these things are happening in Iraq. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ഇറാഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. We will take chapter 5 of Zechariah. സെഖറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. We need to read from verses 5 to 11. അതിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം. And we will read only that is needed. It is a vision of the woman in a basket. A basket is being raised up and it is going somewhere. In Malayalam verses 5 onwards. ഏഫ എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. Ephah is actually a measuring pot, like our para, measuring pot. നമ്മൾ സാധാരണ അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പറയാണ് ഏഫ എന്ന് പറയുന്നത്. We read, then the angel who talked with me came out and said to me, lift your eyes and now see what is this going forth. So I asked, what is it? And he said, it is the basket or ephah that is going forth. He said, this is a resemblance throughout the earth. Here is a lead disc lifted up, and there is a woman sitting inside the basket. Then he said, this is the wickedness. Look at verse 9. Then I raised my eyes and looked, and there was 2 women coming from the wind in the wings, for they had wings like the wings of a stork.
they lifted up the basket between earth and heaven. So I said to angel who talked with me, where are they carrying this basket? He said to me to build a house for it in the land of Shinar. When it is ready, the basket will be set there on its base. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നതായ ഒരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിനുള്ള അവരുടെ അകൃത്യമെന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ളൊരു ഈയപ്പലക പൊങ്ങി പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരുഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനു മധ്യ ഏഫായെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫായ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനവൻ, ഷിനാർ ദേശത്ത് അവർ അവൾക്ക് ഒരു വീട് പണിവാൻ പോകുന്നു, അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. It is to the land of Shinar it was taken. അത് ഷിനാർ ദേശത്തേക്കാണ് കൊണ്ടുപോയത്. This basket or ephah is the emblem of commerce. ഈ ഏഫ എന്ന് പറയുന്ന ആ അളക്കുന്ന പറ അത് ഈ വ്യാപാരത്തിന്റെ ഒരു ചിഹ്നമായിട്ടിരിക്കുകയാണ്. When you come to Genesis 11:2, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, no need of reading, they came to Shinar and there they started to build the Tower of Babel. ആ അധ്യായത്തിൽ നാം വായിക്കുന്നത് അവർ ഷിനാറിലേക്ക് വന്ന് ബാബേൽ ഗോപുരം പണിയുവാൻ തുടങ്ങി എന്ന് വായിക്കുന്നു. You find that Shinar is Babel in chapter 1 of Daniel also. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിലും ഈ ബാബേലിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. They were taken captives to Shinar, that is Babel. അവരെ അടിമയാക്കി അവരെ ഷിനാറിലേക്ക് ബാബേലിലേക്ക് കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. God is revealing to us something here. ദൈവം ചിലത് നമ്മെ ഇവിടെ വെളിപ്പെടുത്തി തരികയാണ്. 2 women, 2 സ്ത്രീകൾ. when there is favorable wind, അവിടെ അനുകൂലമായിട്ടുള്ള കാറ്റ് അവിടെ വീശുകയാണ്. this basket will be lifted up. ഈ ഏഫ അത് പൊങ്ങി മുൻപ് അത് പറന്നു പോകും. And God, they asked, a prophet asked where they are taking it. അവിടെ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? Look at verses 11. അതിന്റെ 11-ാം വാക്യം നോക്കുക. To build a house in the land of Shinar. ഷിനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. When it is ready, they will set it there. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. This is what you find in Revelation 18. ഇതാണ് നാം വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലും The കാണുന്നത്. world commerce from Babylon. ലോക വ്യാപാരം അതിന്റെ കേന്ദ്രം ബാബിലോൺ. Babylon will be rebuilt again. ആ ബാബിലോൺ വീണ്ടും പണിയപ്പെടും. Babylon, as we have seen, Iraq has got money. Oil is there. നാം ചിന്തിച്ചതുപോലെ ഇറാഖിന് ധാരാളമായിട്ട് എണ്ണ സമ്പത്ത്, ധനമുണ്ട്. They have water. അവർക്ക് വെള്ളമുണ്ട്. And when they are going to rebuild, keep it in mind, for example, Dubai Dera, it was built within 10 years. The city was only desert. It became such a huge city within 10 years. ഇറാഖ് വീണ്ടും പണിയപ്പെടും. നാം ദുബായിലെ ദേരയെ നമ്മൾ നോക്കുമ്പോൾ 10 വർഷത്തിലാണ് മരുഭൂമിയായിട്ട് ശുഷ്കമായിട്ട് ഉണങ്ങിയിരുന്ന സ്ഥലം 10 വർഷത്തിൽ എന്തോ സുഭിക്ഷമായിട്ടാണ് അത് പണിയപ്പെട്ട് വന്നത്. Not even 10 years is needed. 10 വർഷം പോലും വേണ്ട. Because Israelites, they have intelligence. കാരണം ഇസ്രായേലിന് അതിൻ്റെതായ ബുദ്ധിയുണ്ട്. And they have technology. അവർക്ക് ടെക്നോളജിയും ഉണ്ട്. They will go there to rebuild this Iraq. അവർ തീർച്ചയായിട്ടും പോയി ഇറാഖിൽ ഈ പണിയുന്ന കാര്യത്തിൽ അവർ സഹായകമായിരിക്കും. That is the reason God is calling these people in chapter 18 of Revelation. ഈ കാരണത്താൽ വെളിപ്പാട് പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ അവരെ വിളിച്ച് ദൈവം പറയുന്നത്, അവരെ കുറിച്ച് പറയുന്നത്, look at verses 4. 18-ാം അധ്യായത്തിലെ 4-ാം I heard another voice from heaven saying, come out of her, my people, lest you also share her sins, lest you receive her plague. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. God is calling my people, that is the Jewish people. ദൈവം തന്റെ ജനത്തെ വിളിക്കുകയാണ്, അതായത് യഹൂദന്മാരെ വിളിക്കുകയാണ്. God is going to punish, destroy Iraq. You know, this Babylon. ഈ ബാബിലോനെ, ഇറാഖിനെ ദൈവം സംഹരിക്കും.
Otherwise, you also will be part in it. Come out of it. നിങ്ങൾ അവിടെ പാർക്കുകയാണെങ്കിൽ നിങ്ങളും അതിനൊരു ഭാഗമായി തീരും. അവിടെ വിട്ടു പോരുക എന്ന് ദൈവം അവരെ ആഹ്വാനം ചെയ്യുകയാണ്. Then we'll be to Jeremiah chapter 51. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Jeremiah chapter 51. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം verses 6 and 7. അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. Again we hear God is calling these people to come out from there. അവിടെയും ദൈവം ബാബേലിൽ നിന്ന് അവരെ പുറപ്പെട്ടു വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. Flee from the midst of Babylon, and everyone save his life. Do not be cut off in her iniquity, for this is the time of the Lord's vengeance. He shall recompense her. Babylon was a golden cup in the Lord's hand that made all the earth to drink. The nations drank her wine, therefore the nations are derided. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാനപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. Yes, brothers, sisters, things that is happening in the world is not, unexpected things. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത സംഭവ വികാസങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That is to prepare Antichrist commercial capital. These things are happening. ഇതെല്ലാം ആ ബാബിലോനെ ലോക സമ്പത്തിന്റെ കേന്ദ്രമാക്കി തീർക്കുവാൻ, അന്തിക്രിസ്തു ഏക ലോകത്തിന്റെ ഭരണകർത്താവായി തീരുവാൻ ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. Saddam Hussein already started to rebuild Iraq, but unfortunately that had to be stopped. സദാം ഹുസൈൻ ഇറാഖിനെ വീണ്ടും പണിയാൻ വേണ്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു, എന്നാൽ അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. Because God's time was not yet come. അതിന് കാരണം ദൈവത്തിന്റെ സമയമായിട്ടില്ല. Now let us turn to another factor that is in relation to this one world government. ഈ ഏകലോക ഭരണത്തെ കുറിച്ച് വേറെ ഒരു സത്യം ഞാൻ പറയട്ടെ. And we are seeing world is being united by internet. ഇന്ന് നമുക്ക് സകല ഭൂമിയും സർവ്വലോകം തന്നെ നമ്മളുടെ വിരൽ തുമ്പിലാണുള്ളത്. ഇന്റർനെറ്റിൽ കൂടെ ആ എല്ലാ ലോകവും നമുക്ക് നിമിഷ നേരത്തിനുള്ളിൽ തന്നെ സമീപിക്കാനായിട്ട് കഴിയും. As we stand and preach, on this pulpit, ഇവിടെ ഈ പുൾപിറ്റിൽ നിന്ന് നാം സന്ദേശം നൽകുമ്പോൾ, I believe from United States, US, every corner of the world, one end of the world to the other end of the world is listening to this. ലോകത്തിന്റെ ഏത് കോണിലുള്ള വിശ്വാസികൾക്കും അത് നേരിട്ട് തത്സമയം തന്നെ അത് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. Because of internet, coming. അത് ഇന്റർനെറ്റിന്റെ സംവിധാനം അത് നമുക്ക് ലഭ്യമായതിനാലാണ്. Computers and internet has made the world into one. അത്യാധുനികമായിട്ടുള്ള കമ്പ്യൂട്ടർ സംവിധാനം, ഇന്റർനെറ്റ് സംവിധാനം ഇത് ലോകത്തെ നമ്മുടെ വിരൽ തുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. In our childhood we have never seen a computer. ഞങ്ങളുടെ ബാല്യകാലത്ത് ഒരു കമ്പ്യൂട്ടർ ഞങ്ങൾ കണ്ടിട്ടില്ല. This generation cannot understand how can people live without a computer. എന്നാൽ ഇപ്പോഴത്തെ യുവതലമുറ ഈ കമ്പ്യൂട്ടർ ഇല്ലാതെ, ഈ സംവിധാനം ഇല്ലാതെ എങ്ങനെ ജീവിക്കും അത് അവർക്ക് അറിഞ്ഞുകൂടാ. Do you know when computer was invented? When computer was invented? എപ്പോഴാണ് ഈ കമ്പ്യൂട്ടർ അത് ആവിഷ്കരിക്കപ്പെട്ടത് അറിയാമോ? Commercial digital computer in 1950. 1950-ലാണ് വ്യാപാരത്തിന് വേണ്ടി ഈ കമേഴ്സ്യൽ കമ്പ്യൂട്ടർ അത് ഉത്ഭാവനം ചെയ്തത്. First personal computer was produced in 1975. 1975-ലാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ PC അത് പണിയപ്പെട്ടത്. Can you imagine? Only few years. ഒന്ന് ചിന്തിക്കുക, ചില വർഷങ്ങൾ മാത്രം. Now it is spread throughout the world and millions of computers are being used. ഇന്ന് നാം ചുറ്റിലേക്ക് നോക്കുമ്പോൾ കോടികൾ മാത്രമല്ല, അതിനേക്കാളും അധികമായിട്ടുള്ള കമ്പ്യൂട്ടറുകളാണ് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. In the school, every student need to have a computer. സ്കൂളുകളിൽ നമുക്കറിയാം ഓരോ കുട്ടികൾക്കും ഓരോ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. And things are moving so fast. ആ വിധത്തിൽ അതിവേഗത്തിലാണ് അതിന്റെ പ്രസരിപ്പ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. And the knowledge has exploded as the scripture has told. ആ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And because of this, a world can be linked through a central computer.
അതുകൊണ്ടാണ് സർവ്വ ലോകത്തെയും ഒരു സെർവർ, ഒരു കമ്പ്യൂട്ടർ സെർവറിൽ തന്നെ ബന്ധിപ്പിച്ച് അതിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും. There are huge computers in the world. നമുക്കറിയാം സൂപ്പർ കമ്പ്യൂട്ടർ എന്ന സംവിധാനം, വലിയ കമ്പ്യൂട്ടറിന്റെ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. I was surprised to see something written here. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം വായിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യമുണ്ടായി. You know, I have been studying prophecy more than 48-49 years. കഴിഞ്ഞ 48-49 വർഷമായിട്ട് ഈ പ്രവചന വിഷയത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Let me remind you, only just 1 or 2 years back I understood this written here. എന്നാൽ ഈ അടുത്ത നാളുകളിൽ 1-2 വർഷത്തിന് മുൻപാണ് ഈ ഭാഗത്ത് എനിക്ക് ശരിയായ ദിശയിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. We thought that the Antichrist is going to give us a coding number. ഈ അന്തിക്രിസ്തു നമുക്ക് എല്ലാവർക്കും ഒരു സംഖ്യ നൽകും എന്ന് നമുക്കറിയാം. But it is not Antichrist who is going to give. ഇത് അന്തിക്രിസ്തു അല്ല ഈ സംഖ്യ നമുക്ക് നൽകുന്നത്. Who is going to give? ആരാണ് ഇത് നൽകുന്നത്? Turn with me to Revelation chapter 13. ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. You know, there is an image. We will read that passage. അവിടെ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഒരു ചിത്രത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Verses 14. അതിന് 14-ാം വാക്യം. And he deceives those who dwell on the earth by those signs which he granted to do in the sight of the beast. We will read the last part. To make an image to the beast who was wounded by the sword and lived. 14-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവെട്ടിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. What is this image? ഈ ചിത്രം, ഈ പ്രതിമ എന്താണ്? What is it? അതെന്താണ്? The clue I will tell you. അതിന്റെ ഒരു ക്ലൂ മാത്രം ഞാനൊന്ന് പറയട്ടെ. Look at verse 15. അതിന്റെ 15-ാം വാക്യം ഒന്ന് In our Malayalam translation it is correctly translated. മലയാളത്തിൽ അത് യഥാർത്ഥമായിട്ടാണ് അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. We read in English, he was granted power. It is not correct. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ അധികാരം കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ അതെന്ന മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. It is actually it, not he. അവിടെ അതിന് ഒരു ലിംഗവിവേചനം അവിടെ ഇല്ല. അതിന് എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. In the Greek language it is without gender. ഗ്രീക്ക് ഭാഷയിൽ, മൂലഭാഷയിൽ നോക്കുമ്പോഴും അതിനൊരു ലിംഗവിവേചനം അവിടെ ഇല്ല. It means not man or woman. ഈ അതിന് എന്ന് പറയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ അത് നമുക്ക് വിവേചിച്ച് പറയാനായിട്ട് കഴിയുകയില്ല. It means something, not human being. അത് അതിന് എന്ന് പറയുമ്പോൾ അത് ജീവനുള്ള ഒരു വ്യക്തിയല്ല. Again, look at verse 15. 15-ാം വാക്യം തന്നെ നമുക്കൊന്ന് നോക്കാം. He was granted power to give birth to the image. അത് അവിടെ നമ്മൾ വായിക്കുന്നത് അത് പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. The word alpava or life, that is a particular Greek word. You find it only one time in the New Testament. ഈ ആത്മാവിനെ എന്ന പദത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അത് പുതിയ നിയമത്തിൽ ഒരിക്കൽ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Not for man. അത് മനുഷ്യന് വേണ്ടിയല്ല. Man, you know, it is a different Greek language. മനുഷ്യൻ എന്ന വിഷയത്തെ കുറിച്ച് ഗ്രീക്കിൽ പറയുമ്പോൾ അത് വേറെ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. But here it is something like computer. We don't know whether it is computer or something. അത് പുരുഷൻ എന്ന വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കമ്പ്യൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ജെൻഡർ ഇല്ലാത്ത, ജെൻഡർലെസ്, അല്ലെങ്കിൽ ആണല്ല പെണ്ണല്ല എന്ന രീതിയിലുള്ള ഒരു സാധനം എന്ന രീതിയിലാണ് അതിന് വിവരിച്ചു പറഞ്ഞിരിക്കുന്നത്. Something I have read. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. And I was surprised. ഞാൻ ഇത് വായിച്ചപ്പോൾ ആശ്ചര്യപ്പെട്ടു. You know, the European Union, from where Antichrist has to come. European Union, the previous Roman Empire. Yeah. പഴയ ചരിത്രത്തിലെ ആ റോമ സാമ്രാജ്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂറോപ്യൻ യൂണിയൻ, അത് നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്നാണല്ലോ അന്തിക്രിസ്തു വരുന്നത്. And you can understand it from Daniel chapter 9. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്ന് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Many have asked me from where Antichrist is going to come. ആ സ്ഥലത്ത് നിന്നാണ് അന്തിക്രിസ്തു വരുന്നത്. And he is going to come from the previous Roman Empire. പഴയ ചരിത്രത്തിലെ റോമ സാമ്രാജ്യത്തിൽ നിന്നാണ് അവൻ പൊങ്ങി വരുന്നത്. So the news is in relation to
this European Union is very important. ഈ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചുള്ള ഈ വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. We find that Antichrist is going to give a mark. ഈ അന്തിക്രിസ്തു ഒരു അടയാളം നൽകുന്നു. And we read that the beast is going to give. It is going to give. മൃഗം അത് അടയാളം നൽകുന്നു. Not human being. അത് ഒരു ജീവനുള്ള മനുഷ്യനല്ല. But there is a person known as Dr. Henry Elderman. ഒരു ഡോക്ടർ ഹെൻറി എൽഡർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. He is one of the chief person of European Union. യൂറോപ്പ് യൂണിയനിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അധികാരത്തിലുള്ള ഒരു വ്യക്തിയാണ്. He has announced in 1947. ആ വ്യക്തി 1947 ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. He has announced that computer is ready to number every person in the world. അദ്ദേഹം അന്ന് പറഞ്ഞതാണ് ഈ കമ്പ്യൂട്ടർ ലോകത്തിലുള്ള എല്ലാ ജനസമൂഹത്തെ സംഖ്യ നൽകുവാൻ വേണ്ടി ഒരുക്കമായിരിക്കുന്നു. He called the leaders of European Union and other leaders of the world. ലോകത്തിലുള്ള നേതാക്കന്മാരെയും യൂറോപ്പ് യൂണിയനിലുള്ള നേതാക്കന്മാരെയും അദ്ദേഹം വിളിച്ചുകൂട്ടി. And he revealed one computer. അവരെ ഒരു കമ്പ്യൂട്ടർ വെളിപ്പെടുത്തി കാണിച്ചു. Huge computer. ഒരു വലിയ കമ്പ്യൂട്ടർ ആണ്. And the name of that computer is Beast. ആ കമ്പ്യൂട്ടറിന്റെ പേര് തന്നെ ബീസ്റ്റ് അല്ലെങ്കിൽ മൃഗമായിരുന്നു. And he told within 18 digits, 66636 number. 16 is for the country identity. Second 6 is to identify the place. Third is the number of people. അവിടെ 666 അങ്ങനെ 18 അക്കമുള്ള ഒരു സംഖ്യ ഓരോരുത്തർക്കും. ആദ്യത്തെ 6 അവരായിരിക്കുന്ന രാജ്യത്തെ സൂചിപ്പിക്കുന്നതും, അടുത്ത 6 അവരായിരിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്നതും, അവസാനത്തെ 6 സംഖ്യ ആ ജനത്തിന്റെ സംഖ്യയായിട്ട് അങ്ങനെ 18 അക്കമുള്ള ഒരു സംഖ്യ ജനങ്ങൾക്ക് കൊടുക്കണം. They have prepared a system. By this they can number every human being in the world. അന്ന് അവർ ഒരുക്കിയെടുത്ത വിഷയമാണ്. അതിൽ കൂടെ ഈ ലോകത്തിലെ സകല ജനത്തെയും അവർ അക്കമിട്ട് ഒരു സംഖ്യ കൊടുക്കുവാനായിട്ട് സാധിക്കും. How far we have gone. ഇന്ന് അതിൽ നിന്നൊക്കെ എത്രയോ ദൂരെ നാം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. Getting ready for the final tribulation period. ആ മഹാപീഡനത്തിന് വേണ്ടി ഒരുക്കത്തേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. They have a system through they can number every human being on the world. ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാ ജനങ്ങളെയും സംഖ്യയിൽ അവർക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയുന്ന വിധത്തിൽ അവർ സക്ഷമമാണ്. And it is told here, without that number no one will be able to buy or sell. ഈ അധ്യായത്തിൽ തന്നെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത് ഈ സംഖ്യ ഇല്ലാത്തവന് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. We are living in a world where is no need of money, but we need only cards and other system to buy and sell. നമുക്കറിയാം ഇന്ന് നമ്മുടെ കരങ്ങളിൽ കാശില്ലെങ്കിലും പ്ലാസ്റ്റിക് മണി കാർഡ് നമ്മുടെ കരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങുവാനും വിൽക്കുവാനും കഴിയും. Computer and the government want only our number. സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ധനസമ്പത്ത് വിനിമയത്തിന് വേണ്ടി നമ്മുടെ ഒരു നമ്പർ, നമ്മുടെ സംഖ്യ മാത്രം അവർക്ക് മതി. They don't need my name, John P. Thomas. They need only the number of Aadhaar. എന്റെ പേര് അവർക്ക് ആവശ്യമില്ല, എന്റെ ആധാറിന്റെ സംഖ്യ മാത്രം അവർക്ക് മതി. 2000 years back, God told through the number the system of selling and buying will be controlled. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേദപുസ്തകത്തിൽ കൂടെ കർത്താവ് നമ്മോട് പറഞ്ഞു ഈ സംഖ്യ ഇല്ലാതെ വിൽക്കുവാനോ വാങ്ങുവാനോ ആയിട്ട് കഴിയുകയില്ല എന്ന്. Yes, it is being prepared now. അത് ഇപ്പോൾ ഒരുക്കത്തിൽ ആയിരിക്കുന്നു. Computers are ready. കമ്പ്യൂട്ടർ എല്ലാം ഒരുക്കത്തോടുകൂടി ഇരിക്കുന്നു. Internet is ready. ഇന്റർനെറ്റ് ഉണ്ട്. And again we have gone little more further. അതിനെക്കാട്ടിലും ഒരു പടി മുൻപോട്ട് നാം പോയിരിക്കുന്നു. Some of you know virtual reality, things are not there but it will look like a thing. ചിലർക്കെങ്കിലും അറിയാം ഇപ്പോൾ ഈ വെർച്വൽ റിയാലിറ്റി, അതായത് ഒരു സാധനം യാഥാർത്ഥ്യമല്ലാത്ത അതേസമയം യാഥാർത്ഥ്യം പോലെ തന്നെ നമ്മുടെ മുൻപിലേക്ക് വരുന്ന വിഷയം. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. I was in Sydney, Australia. ഞാൻ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലായിരുന്നു. I went to visit a tower. ഞാൻ അവിടെ ഒരു ഗോപുരം കാണുവാൻ വേണ്ടി പോയി. When I was sitting, I was standing in the tower. ആ ഗോപുരത്തിൽ ഞാൻ നിൽക്കുകയായിരുന്നു. One bird was flying before me.
എന്റെ മുൻപിൽ ഒരു പക്ഷി പറന്നുകൊണ്ടിരുന്നു. Beautiful bird flying. വളരെ വളരെ മനോഹരമായ ഒരു പക്ഷി. But I knew it is not a real bird. It is the virtual reality. അത് ഒരു വെർച്വൽ റിയാലിറ്റി ആയിരുന്നു. യഥാർത്ഥമായിട്ട് അവിടെ ഒരു പക്ഷിയും ഇല്ല. എന്നാൽ അതെന്റെ മുൻപിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. Man, using that, even robots have come out. ഇപ്പോൾ നമുക്കറിയാം മനുഷ്യനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന റോബോട്ട്സ് എല്ലാം പണിയപ്പെട്ടിരിക്കുന്നു. Japan, you can hire robot woman. ജപ്പാനിൽ നമുക്കറിയാം റോബോ ആയിട്ടുള്ള ആ സ്ത്രീകളെ നമുക്ക് വാടകയ്ക്ക് എടുക്കുവാനായിട്ട് കഴിയും. They will do everything what a wife does. ഒരു സ്ത്രീ ഒരു ഭാര്യ ചെയ്യുന്ന സകല കാര്യങ്ങൾ ഈ റോബോ യാന്ത്രികമായിട്ടുള്ള സ്ത്രീ ചെയ്യും. And it is already prepared. അത് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. Through the computers, ഈ കമ്പ്യൂട്ടറിൽ കൂടെ, through the ഇന്റർനെറ്റിൽ കൂടെ, through this virtual reality, ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടെ preparing for a final antichrist ruling. അന്ത്യത്തിലേക്കുള്ള ആ അന്ത്യക്രിസ്തുവിന്റെ ഏകലോക ഭരണത്തിലേക്കുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. And the global computer network is known as WWW. ഈ ആഗോള വ്യാപകമായിട്ടുള്ള ഇന്റർനെറ്റ് സംവിധാനം അത് സകലത്തെയും ഘടിപ്പിക്കുന്നത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന WWW ആണ്. World Wide Web. That means the world is inside a web. Chalandi wala. ലോകമെമ്പാടുമുള്ള ഈ സകല ലോകം ഒരു ചലന്തി വലയുടെ ഉള്ളിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. One world government. ഏകലോക ഭരണം. Nations are preparing the world for one world government. രാഷ്ട്രങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് അതിനുവേണ്ടി അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Yesterday we saw that big firms like multinational companies working behind it. കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുകയായിരുന്നു വലിയ അന്തർദേശീയ തലത്തിലുള്ള വ്യാപാര സംഘടനകൾ അതിനുവേണ്ടി പിന്നണി പ്രവർത്തകരായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. People doesn't know that modern technologies are leading to that. എന്നാൽ സാധാരണ ജനത്തിന് ഇത് മനസ്സിലാകുന്നില്ല. ഈ അത്യാധുനികമായിട്ടുള്ള ഈ യാന്ത്രിക സഹായം, ഈ ടെക്നോളജി അതെല്ലാം അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. Only the people of God can understand because we are not in darkness. ദൈവജനത്തിന് മാത്രമേ ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന്റെ കാരണം നാം അന്ധകാരത്തിലല്ല വസിക്കുന്നത്. And we are the people who analyze these events. നാം ഈ കാര്യങ്ങളെ കുറിച്ച് വിശകലനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. Let me remind you something more. ചില കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. We read in chapter 13 and verses 1. ഈ 13-ാം അധ്യായത്തിൽ തന്നെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ he is going to rise up from the sea. അവൻ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരും എന്ന് നമ്മൾ വായിക്കുന്നു. Everything written in Revelation is symbolic. ഈ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെല്ലാം തന്നെ ഒരു അടയാളമായിട്ടാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. Yes, through that symbol we need to study with other passages and understand what is written, what God meant in relation to ആ അടയാളങ്ങൾ പഠിക്കുമ്പോൾ അതിൽ കൂടെ ദൈവം നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്, അത് നന്നായിട്ട് നാം അറിയേണ്ടത് ആവശ്യമാണ്. Rising up from the sea. അവിടെ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് we read in chapter 17 of Revelation. ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇതിന്റെ 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ look at verses 15. 17-ാം അധ്യായത്തിലെ 15-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. The water which you saw are the people, multitude and nations and tongues. അവിടെ നമ്മൾ വായിക്കുന്നത് നീ കണ്ടതും വേശ്യായിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷങ്ങളും ജാതികളും ഭാഷകളും അത്രേ. Yes, brothers and sisters, he is going to rise up from the sea. അവൻ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വരും. From the masses of people. ആ ജനമധ്യത്തിൽ നിന്ന് അവൻ പൊങ്ങി വരും. I was taking note from the Time magazine, one of the leading magazines in the world. ലോകത്തിലെ വളരെ പ്രശസ്തമായ ഒരു പത്രികയാണ് ടൈം മാഗസിൻ. അവിടെ ഞാൻ ഇങ്ങനെ വായിക്കുകയായിരുന്നു. They have written down that hyperinflation always lead to a dictator. ഈ വലിയ തോതിലുള്ള മുദ്രാസ്ഫീതി, സാമ്പത്തിക പ്രതിസന്ധി അത് നീക്കുന്നത് ഒരു ഏക ലോക ഭരണാധികാരിയെ ആണ്. ഹിറ്റ്ലർ, മാവോ സേതുങ്, Napoleon, they all rose to power through this hyperinflation. ഹിറ്റ്ലർ ആകട്ടെ, നെപ്പോളിയൻ ആകട്ടെ, മാവോ സേതുങ് ആകട്ടെ, അവരെല്ലാവരും രാഷ്ട്രങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ അവര് ഉയർന്നു വന്നു. And he is also going to rise up as a world ruler when people wanted a ruler like that.
ഈ അധികാരത്തിലേക്ക് അന്തിക്രിസ്തു കയറി വരുന്നതും പൊങ്ങി വരുന്നതും സർവ്വലോകം തന്നെ ഇങ്ങനെ ഒരു ഭരണാധികാരിയെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ കാംക്ഷിച്ചിരിക്കുമ്പോഴാണ് അവൻ അതിലേക്ക് കയറി വരുന്നത്. When there is financial trouble, people always look for a powerful political leader. സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾ നേരിടുമ്പോൾ അവരെപ്പോഴും ഉറ്റുനോക്കുന്നത് അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഒരു നേതാവിൽ ഒരു അധികാരിയാണ്. That is the way Barack Obama, a black man, came as president in a white country. അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നേരിടുമ്പോഴാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രസിഡന്റ് ആയിട്ട് ബരാക് ഒബാമ ആ പദവിയിലേക്ക് വന്നത്. Even Donald Trump came to power because of financial problem. ഈ ഡൊണാൾഡ് ട്രംപും ആ അധികാരത്തിലേക്ക് വന്നതും ആ രാഷ്ട്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ്. And again you find Antichrist is going to become a world dictator because of financial trouble. വീണ്ടും നാം കാണുന്നത് ഈ അന്തിക്രിസ്തുവും ആ ഒരു അധികാരത്തിലേക്ക് വരുന്നത് ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ. We are becoming one. നാം ഒന്നായി തീരുന്നു. And there is going to be a great financial crisis. ആ ഒന്നായി തീരുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടും. Bible clearly teaches about it. വേദപുസ്തകം വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. I will take few verses. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കട്ടെ. One of the verses spoken by our blessed Lord. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ് അരുളി ചെയ്ത ഒരു വാക്യം ഞാൻ കാണിക്കട്ടെ. Turn to Luke's Gospel chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. Luke's Gospel chapter 16. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം And verses 9. അതിന്റെ 9-ാം വാക്യം. The Lord spoke to us. I say to you, make friends for yourself by righteousness mammon, that when you fail, they may receive you into your everlasting home. 9-ാം വാക്യം 16-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. When the mammon is money, ഇവിടെ മാമോൻ എന്ന് സൂചിപ്പിക്കുന്നത് അത് ധനത്തെയാണ്. Christ is telling, when it fails, അത് നിങ്ങൾക്ക് ഇല്ലാതെ ആകുമ്പോൾ, he didn't say if it fails. അത് സംഭവിച്ചേക്കാം, ഇല്ലാതെ ആകാം എന്നല്ല പറയുന്നത്. Then he told when it fails, it is going to fail. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവോട് പറഞ്ഞിരിക്കുന്നത് ഇല്ലാതെ ആകുമ്പോൾ, അതായത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. That is a financial crash. അത് ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു സാമ്പത്തിക തകർച്ച അവിടെ സംഭവിക്കുന്നു. Turn to Revelation chapter 18. വെളിപ്പാട് പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Where you find about the commerce Babylon. അവിടെ ബാബിലോണിയ ആ വ്യാപാരത്തെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. Turn to verses 17. അതിന്റെ 17-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. In 1 hour such great riches came to nothing. അവിടെ നമ്മൾ വായിക്കുന്നത്, 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിക്കും. It is financial crash. അവിടെ ഒരു സാമ്പത്തിക തകർച്ചയാണ് നമ്മൾ കാണുന്നത്. Again you turn to James chapter 5. യാക്കോബിന്റെ പുസ്തകം, യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. You know why I am reading this? ഞാൻ എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്? World is waiting for a financial trouble in the coming years. ലോകം കാത്തിരിക്കുകയാണ് വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ആ സാമ്പത്തിക തകർച്ചയ്ക്ക് വേണ്ടി. Most of the countries are in debt. ഇന്ന് നമുക്കറിയാം പല വൻ രാജ്യങ്ങൾ തന്നെ ധനസമ്പത്ത്, അതിന്റെ ആ ലോണിന്റെ അടിമപ്പെട്ട് അവരായിരിക്കുന്നു. Personal loan, വ്യക്തിപരമായിട്ടുള്ള ലോണ്, countries are in loan. രാജ്യങ്ങൾ തന്നെ ലോൺ വാങ്ങിച്ചിരിക്കുന്നു. The system, it is a loan system that is working now. ഈ കടബാധ്യതയിൽ തകർച്ച അവസ്ഥയിൽ ആയിരിക്കുന്ന രാഷ്ട്രങ്ങൾ തന്നെ. There was an article in മലയാള മനോരമയിൽ അതിനെക്കുറിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു. They told it is bubble economy. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു വ്യാപാരം, ഈ ഒരു അവസ്ഥ, ധനത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു വെള്ളത്തിന്റെ ഒരു കുമിള പോലെയാണ്. And that Manorama wrote, it can burst any time. ഈ കുമിള ഏത് നിമിഷവും അത് പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. Look at James chapter 5. യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരാം. He is speaking to the rich people. അവിടെ ധനികരായിട്ടുള്ള ജനത്തോട് താൻ സംസാരിക്കുകയാണ്. You rich, weep and howl for the miseries that is coming upon you. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവീൻ. Verses 2. 2-ാം വാക്യം, your riches are corrupted. നിങ്ങളുടെ ധനം ദ്രവിച്ചും. Verses 3. 3-ാം അധ്യായം 3-ാം വാക്യം, your silver and gold corroded. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു. And you have heaped it up treasures in the last days. ഈ ആ കറ നിങ്ങൾ നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. In the last days.
അവസാന നാളുകളിൽ. And verses 4. നാലാം വാക്യം, You have heaped it up by fraud. We looked into it yesterday. Malayalam Bible left that word fraud. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത് വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. നിങ്ങൾ ചെയ്തത് ചതിയോടുകൂടെയാണ്. അത് മലയാളത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. And it is by fraud. These rich people are becoming more rich. ഈ ധനവാന്മാര് അവർ ചതിയിൽ കൂടെയാണ് അധികം ധനികരായി തീരുന്നത്. Many have asked me, brother, when it is going to happen? പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? Will we be here? ഇവിടെ നമ്മൾ വായിക്കുന്നത്, no, they asked whether we will be here. അപ്പോൾ അവരെ സാധാരണ ചോദിക്കാറുണ്ട്, ഇത് സംഭവിക്കുമ്പോൾ നാം ഇവിടെ ആയിരിക്കുമോ എന്നുള്ളത്. Can you answer me? നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നൽകുവാനായിട്ട് കഴിയുമോ? Can you read verses 7? അതിന് 7-ാം വാക്യം ഒന്ന് വായിക്കുക. When the Lord is revealing it, it is written here, therefore be patient, brethren. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. Until the coming of the Lord. കർത്താവിന്റെ പ്രത്യക്ഷത വരെ. You also be patient, verses 8 again. 8-ാം വാക്യത്തിൽ വീണ്ടും എഴുതുകയാണ്, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. Verses 9, behold, the judge is standing at the door. 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരുങ്ങി പോകരുത്, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. Brethren, be patient. സഹോദരന്മാരെ, ദീർഘക്ഷമയോടെ. You be patient, the Lord will come. കർത്താവ് വരും, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കുക. I don't know whether it is spoken to the present believers or the believers in tribulation. ഈ ഇവിടെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ലോകത്തിലായിരിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണോ അതോ മഹാപീഡന കാലത്തുള്ള വിശ്വാസികളെ കുറിച്ചാണോ എഴുതിയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. One thing I can know, it is going to burst up this financial world. എന്നാൽ ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ആ ധനത്തിന്റെ ആ സമ്പത്തിന്റെ സ്ഥിതി അതൊരു വെള്ളത്തിന്റെ കുമിള പോലെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വരും. The biggest nation in the world is America. നമുക്കറിയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ് ഏറ്റവും ധനികനായിട്ടുള്ള രാഷ്ട്രം. That is the biggest debtor nation in the world now. എന്നാൽ അത് തന്നെയാണ് ഏറ്റവും അധികം കൊടും കടബാധ്യതയിലായിരിക്കുന്ന രാജ്യം. Do you know what is their debt? അവരുടെ ആ കടത്തിന്റെ സംഖ്യ എത്രയാണെന്ന് അറിയാമോ? Go to internet. ആ ഇന്റർനെറ്റിൽ ഒന്ന്, more than $30 trillion at present. 13 ട്രില്യൺ ഡോളർ. 30 ട്രില്യൺ ഡോളേഴ്സ് ആണ് അവരുടെ കടബാധ്യത. 1 trillion is you have to put 1 and 12 zeros. 1 ട്രില്യൺ എന്ന് പറയുന്നത് ഒന്നിന്റെ കൂടെ 12 പൂജ്യം ഇടുമ്പോഴാണ് 1 ട്രില്യൺ. American debt is increasing 10 million every minute. ഒരു മിനിറ്റിൽ അവരുടെ കടബാധ്യത $10 million വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. No president is able to decrease it. ആർക്കും, ഏത് അധികാരിക്കും അതിനെ കുറയ്ക്കുവാനായിട്ട് കഴിയുന്നില്ല. They are asking the Congress to allow them to raise the debt. അവർ വീണ്ടും കോൺഗ്രസിനോട്, അവരുടെ ഭരണത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കടത്തിന്റെ ആ സംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുക. And do you know that Congress is always trying to raise it, otherwise people, just like what is happening in Kerala, they will not get pension and salaries. അങ്ങനെ കൂട്ടുന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ പോലെ അവർക്ക് പെൻഷനോ ശമ്പളമോ ഒന്നും കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. And America is in big problem. അമേരിക്ക എന്ന് പറയുന്ന വലിയ രാഷ്ട്രം വളരെ പ്രതിസന്ധി നേരിടുകയാണ്. They will never declare or make other people to know this. അവർ ഒരിക്കലും ഈ കാര്യം മറ്റ് രാഷ്ട്രങ്ങൾക്കോ ജനങ്ങൾക്കോ അവർ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. One day there will be a time when they won't be able to pay back their debt, interest, etc. ഒരു നാൾ വരും അവർക്ക് അതിന്റെ പലിശ കൊടുക്കുവാനോ അത് മടക്കി കൊടുക്കുവാനായിട്ടോ സാധിക്കാത്തൊരു സ്ഥിതി വരും. And America is in danger. അമേരിക്ക വളരെ പ്രതിസന്ധിയുടെ. If it happens in America, it will happen throughout the world. ഇത് അമേരിക്കയിൽ സംഭവിക്കുകയാണെങ്കിൽ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും ഇത് സംഭവിക്കും. I believe that is a time Antichrist as a dictator will rise up in the world. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അന്തിക്രിസ്തു ഏകലോക ഭരണത്തിന്റെ ഭരണാധികാരിയായി പൊങ്ങി വരുന്നത്. World will look for a savior. ഒരു മശിഹായെ, ഒരു രക്ഷകർത്താവിനെ ഈ ലോകം ഉറ്റുനോക്കും. Whatever it is, they wanted security for their money and their properties. എന്തായാലും അവരുടെ ധനസമ്പത്ത്, അവർക്കുള്ള സമ്പത്ത് അതിനെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ഭരണകർത്താവിനെ അവർ ആഗ്രഹിക്കും. Today, as I have told you yesterday,
the gold price is going up very much. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ സൂചിപ്പിച്ചതുപോലെ സ്വർണത്തിന്റെ വില നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നു. It rises because of anxiety. ഇത് വർദ്ധിച്ചു വരുന്നത് ജനം ചിന്താകുലരായി തീരുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആ ഭാരം അവരുടെ ഹൃദയത്തെ ഭരിക്കുന്നു. Who fixes the price of gold? ഈ സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ആര്? It is the people itself is deciding the price. ജനങ്ങളാണ് അത് നിശ്ചയിക്കുന്നത്. More anxiety, more price will be there because they will be buying gold more and more. അധികം ചിന്താകുലരായി തീരുമ്പോൾ അവരറിയാതെ തന്നെ സ്വർണം വാരി കൂട്ടുകയാണ്, വാങ്ങി കൂട്ടുകയാണ്. They wanted security. അവർക്കൊരു ഉറപ്പ് വേണം. Their money will be gone, then they have gold to buy something. അവരുടെ കരണങ്ങളിൽ സ്വർണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വർണം കൊടുത്ത് അവർക്ക് എന്തെങ്കിലും വാങ്ങുവാനായിട്ട് കഴിയുകയുള്ളൂ. In the Second World War time, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് my mother-in-law was in Singapore. She went there after the marriage. എന്റെ ഭാര്യ മാതാവ് ആ സമയത്ത് സിംഗപ്പൂരിലായിരുന്നു. And she told me, I heard from her. ആ മാതാവിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടതാണ്. When she went there, sacks full of Japanese currencies. അവിടെ ചാക്കില് ജാപ്പനീ നോട്ടുകൾ, കറൻസി നോട്ടുകൾ അവിടെ അടക്കി വെച്ചിരിക്കുകയാണ്. And she used that notes to just like tissues to clean. To clean, you know, like tissue. ആ കറൻസി നോട്ടുകള്, ജപ്പാനിലെ കറൻസി നോട്ടുകള് അത് ടിഷ്യൂ പേപ്പർ ആയിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. And a sack full of currencies, no value. ഒന്ന് ചിന്തിക്കുക, ജപ്പാനി കറൻസി നോട്ടുകള് ഒരു ചാക്കിൽ നിറച്ച് അവിടെ ഇരിക്കുന്നു. അത് ടിഷ്യൂ പേപ്പർ പോലെയാണ്. പലതെ അതൊന്ന് ക്ലീൻ ചെയ്യുവാൻ വേണ്ടി, വൃത്തിയാക്കുവാൻ വേണ്ടി അത് ഉപയോഗിച്ചു. It is the same thing what Ezekiel has told us. യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം എത്രയോ സത്യമാണ്. Look at chapter 7 of Ezekiel. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം. And here it is written what time, you know, these things will take place. അവിടെ ഏത് സമയത്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Look at verses 19. 7-ാം അധ്യായത്തിലെ 19-ാം വാക്യം. They will throw their silver into the streets. Their gold will be like refuse. Their silver and their gold will not be able to deliver them in the day of the wrath of the Lord. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞു കളയും. പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. Yes, look at it. People are buying and keeping the gold for safety. ജനങ്ങൾ ഇന്ന് സ്വർണവും വെള്ളിയും അതെല്ലാം അവരുടെ ഒരു ഉറപ്പിനു വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി വാങ്ങി കൂട്ടുകയാണ്. But that day God says it will be like refuse. They will throw it on the street. എന്നാൽ അതൊന്നും അവരെ വിടുവിക്കുകയില്ല, രക്ഷിക്കുകയില്ല. അതെല്ലാം വർജിത വിഷയമായിട്ട് അത് എറിഞ്ഞു കളയും. No value for it. അതിന് യാതൊരു മൂല്യമില്ലാത്തൊരു If there is no value, what can you do with this gold? ഈ പൊന്നിന് വിലയില്ലെങ്കിൽ നാം എന്ത് ചെയ്യും? You cannot eat it. അതിനെ നമുക്ക് കഴിക്കുവാനായിട്ട്, ഭക്ഷിക്കുവാനായിട്ട് All what we can do is some dental work. പല്ല്, സ്വർണത്തിന്റെ പല്ല് വേണമെങ്കിൽ ഉണ്ടാക്കാം. പല്ലിന്റെ പകരം അത് സ്വർണ്ണ പല്ല് വെക്കാം. So people will throw it on the street because there is no value. ഈ പൊന്നിനും വെള്ളിക്കും വിലയില്ലാതെ വരുമ്പോൾ അതെല്ലാം വീഥികളിൽ എറിഞ്ഞു കളയുന്ന ഒരു സ്ഥിതി വരും. Yes, brothers and sisters, this is going to happen very soon. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് പെട്ടെന്ന് സംഭവിക്കാൻ പോവുകയാണ്. Let me remind you something more here again. വീണ്ടും ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. You know, recently, just few days back, we read in the newspaper that Saudi Arabia and Israel, they are signing some treaty. ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ച ഒരു വാർത്തയാണ്, സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ചില ഉടമ്പടിയിൽ അവർ ഒപ്പിടാൻ പോവുകയാണ്. And already some signs have already made by Bahrain, UAE, etc. ബഹ്റൈനും യുഎയും തമ്മിലുള്ള ചില ഉടമ്പടിയിൽ അവർ ഒപ്പിട്ട് കഴിഞ്ഞു. Yes, you must have heard about it. ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. It is known as Abraham Accord. അതിന് ഏബ്രഹാം അക്കോർഡ് എന്നാണ് അതിന് പറയുന്നത്. August 2020. ഓഗസ്റ്റ് 2020. A few years back, 2-3 years back. 3 വർഷത്തിന് മുമ്പ് 2020 and Israel government and UAE government, they signed a treaty. ഇസ്രായേൽ സർക്കാരും അതുപോലെ തന്നെ യുഎയിലെ സർക്കാരും ഭരണവും അവർ തമ്മിൽ ഒരു ഉടമ്പടിയിൽ അവർ ഒപ്പിട്ടു. Normalizing their ties. അവരുടെ തമ്മിലുള്ള ഒരു സമാധാന ബന്ധം. And never, not a single time, UAE and Israel never had any diplomatic relation. ഇതിനു മുൻപ് ഒരിക്കലും ഇസ്രായേലും അതുപോലെ തന്നെ യുഎയും ഭരണത്തിൽ തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു. But they have signed a treaty. എന്നാൽ അവർ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. I had, immediate call from UAE.
യുഎയിൽ നിന്ന് ചില ഫോൺ കോൾ എനിക്ക് ലഭിച്ചു. Not our brothers, but from other denominations. നമ്മുടെ സഹോദരന്മാരല്ല, മറ്റ് സഭാ വിഭാഗത്തിലുള്ള ക്രിസ്ത്യാനികൾ. Brother, see this. അവർ പറഞ്ഞു, നോക്കിയേ സഹോദര, ഇങ്ങനെ ഒരു സംഭവം. And they have sent me many details. അതിന്റെ പല വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ അവർ എനിക്ക് അയച്ചു തന്നു. And within 1 year, ഒരു വർഷത്തിൽ തന്നെ Israel citizens were given 5,000 resident visa in UAE. ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് ഏകദേശം 5000-ഓളം റെസിഡന്റ് വിസ ആണ് യുഎയിൽ അനുവദിച്ചു കൊടുത്തത്. And plus visiting visa also. അത് മാത്രമല്ല, അവർക്ക് സന്ദർശിക്കാനായിട്ടുള്ള വിസ, വിസിറ്റിംഗ് വിസയും അവർക്ക് അനുവദിച്ചു കൊടുത്തു. They started, embassies in both countries. ഈ രണ്ട് രാജ്യങ്ങളിലും അങ്ങനെയുള്ള ഒരു അനുവാദം അവർ നൽകി. After this, Bahrain, etc., these countries also started to sign treaty with Israel. അതിനുശേഷം ബഹ്റൈനും മറ്റു രാജ്യങ്ങളും അവരും ഇസ്രായേലുമായിട്ടുള്ള ഇങ്ങനെ ഒരു ഉടമ്പടിയിലേക്ക് അവർ വന്നു. You know why? അതിന് കാരണം എന്താണ്? You study about Antichrist. അന്തിക്രിസ്തുവിനെ കുറിച്ച് നാം പഠിക്കുന്നു. There is a time when Antichrist is here. അന്തിക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ A group of countries will attack Israel. ഒരു രാജ്യം, ചില രാജ്യങ്ങൾ തന്നെ ഒരുമിച്ച് ചേർന്ന് അവർ ഇസ്രായേലിനെ ആക്രമിക്കും. We don't have time to go into detail. അതിന് വിശദമായിട്ട് ഇപ്പോൾ ആലോചിക്കാനായിട്ട് നമ്മുടെ മുൻപിൽ സമയമില്ല. 2 chapters in the scriptures. രണ്ട് വേദപുസ്തകത്തിലെ 2 അധ്യായങ്ങൾ, Ezekiel 38 and 39. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 39-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ Something only, why this is happening today, I just want to point out to you that. അതിൽ നിന്ന് ഇന്ന് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Why these people are signing this treaty? ഈ ഉടമ്പടികൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലുമായിട്ട് അവര് അതിൽ ഒപ്പിടുന്നത്? Israel has become a normal country with Gulf countries now. ഇപ്പോൾ ഇസ്രായേൽ രാജ്യം ഗൾഫിലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു സാധാരണ ബന്ധത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. It has happened within few years. ഇത് ആരംഭിച്ചത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്. See, when Russia is going to attack Israel, റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ there will be certain countries that will raise their voice. ആ ചില രാജ്യങ്ങൾ അതിന് വിരുദ്ധമായിട്ട് അവരുടെ ശബ്ദം അവർ ഉയർത്തും. In other words, they will be favoring Israel and asking the world, why you are coming to attack? ആ സമയത്ത് ഈ രാജ്യങ്ങൾ അവർ പെട്ടെന്ന് എഴുന്നേറ്റ് അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന്. Who are these countries? ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? Keep it in mind. God 2500 years back, ഒന്ന് ഓർക്കുക, ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് God has revealed which are the countries that is going to attack Israel. നമ്മുടെ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് അതിന് വിരുദ്ധമായിട്ട് തന്നെ ശബ്ദം ഉയർത്തുന്നത്. Which countries will attack Israel? ഏതൊക്കെ രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ളത്. And which are countries that will be speaking for Israel? ഏതൊക്കെ രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന രാജ്യങ്ങൾ. Wonder we need to kneel before God. നാം ദൈവസന്നിധിയിൽ വാസ്തവം പറഞ്ഞാൽ മുട്ട് മടക്കി നാം ദൈവസന്നിധിയിൽ വീഴുകയാണ് വേണ്ടത്. Because 2500 years ago, അതിന് കാരണം 2500 വർഷങ്ങൾക്ക് മുമ്പ് God revealed which are the countries that will attack Israel and which are the countries will favor Israel. ദൈവം നമുക്ക് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി നൽകിയിരിക്കുകയാണ് ഏതൊക്കെ രാജ്യമായിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഏതൊക്കെ രാജ്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നതും ശബ്ദമുയർത്തുന്നതും. We don't have time to go. അത് വളരെ വിശദമായിട്ട് ചിന്തിക്കാൻ സമയമില്ല. I wanted to point out to you, this alliance is already prepared. ഈ പറയുന്ന രാഷ്ട്രങ്ങളുടെ ഒരു സംഘടന അത് ഒരുങ്ങുന്നു എന്നുള്ളത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Look at chapter 38. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 38-ാം അധ്യായം verses 5. അതിന്റെ 5-ാം വാക്യം. These are the countries that is going to attack Israel along with Russia. അവിടെ റഷ്യയോട് കൂടെ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. First country is Persia or Iran. അവിടെ പാർസികൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇറാൻ അല്ലെങ്കിൽ പേർഷ്യ ആണ്. Ethiopia, കൂഷ്യർ, Libya, പുത്യൻ, all of them, and along with that Gomer, അതിനോടൊപ്പം തന്നെ ഗോമറും and the Togarma from far north. അവിടെ അതുപോലെ തന്നെ തോഗർമ ഗൃഹവും. When they are going to attack, ഈ പടക്കൂട്ടങ്ങളെല്ലാം അവർ ആക്രമിക്കുമ്പോൾ look at verses 13. അതിന്റെ 13-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. Sheba, Dedan, and the merchants of Tarshish and all the young lions will say to you, have you come to take plunder? Have you gathered your army to take booty, to carry away silver and gold, to take away livestock and good to take great plunder?
13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ട് ശബ്ദം ഉയർത്തുന്ന രാജ്യങ്ങളെ കുറിച്ച് ഷേബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. I will take only on these nations because time when I look only 10 minutes more. 10 മിനിറ്റ് നമ്മുടെ മുൻപിലുള്ളൂ. അതുകൊണ്ട് ഈ രാജ്യത്തെ കുറിച്ച് മാത്രം ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. The nations known as Sheba and Dedan, അവിടെ ഷേബായും ദേദാനും എന്ന് പറയുന്നുണ്ട്. they will be in favor of Israel. അവർ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ശബ്ദം അവർ ഉയർത്തും. Who are these countries? ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? Our Bible is giving us hint who are these countries. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വേദപുസ്തകം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. Turn with me to Genesis chapter 25. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു We നോക്കാം. know Sarah, the wife of Abraham, died. സേറ എബ്രഹാമിന്റെ ഭാര്യ മരിച്ചു. And after that he married another woman. അവിടെ വീണ്ടും ഒരു ഭാര്യയെ താൻ പരിഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Her name is Keturah. അവിടെ കെത്തുറ എന്നാണ് അവളുടെ പേര്. And why did God give all these names of the children? ഈ കെത്തുരയുടെ മക്കളുടെ പേരുകൾ എന്തിനാണ് വേദപുസ്തകത്തിൽ In the book രേഖപ്പെടുത്തിയിരിക്കുന്നത്? of Genesis you find a lot of names. We may think why it is taking the space of the scriptures. Yes, but it is all with purpose God has given. ഉൽപ്പത്തി പുസ്തകത്തിൽ പലരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിവരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ചിന്ത വരും, എന്തുകൊണ്ടാണ് ഈ യാതൊരു പ്രാധാന്യമില്ലാത്ത ഈ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് ഒരു പ്രത്യേക കാരണത്താലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Look at verses 1. 25-ാം അധ്യായത്തിൽ 1-ാം വാക്യം നമുക്ക് വായിക്കാം. Abraham took a wife and her name was Keturah. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെത്തുറ എന്ന് പേർ. Verses 2. 2-ാം വാക്യം. She bore him Simran, Yoktan, Medan, Midian, Ishak and Shur. 6 sons she gave birth. അവൾ സിമ്രാൻ, യോക്ഷാൻ, മേദാൻ, മിദ്യാൻ, ഇഷ്ബാക്, ശുബഹ് എന്നിവരെ പ്രസവിച്ചു. And the second son is Jokshan. അവിടെ യക്ഷാൻ എന്ന രണ്ടാമത്തെ മകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. Now look at verses 3. 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. Yokshan begat Sheba and Dedan. യക്ഷാൻ ഷേബയെയും ദേദാനെയും ജനിപ്പിച്ചു. This is what you read in Ezekiel 38. ഈ രണ്ട് പേരുകളാണ് നാം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. Verses 13. അതിന്റെ 13-ാം വാക്യത്തിൽ. But who are these people? ഈ ജനങ്ങൾ ആരാണ്? We will see from the scripture. അത് വീണ്ടും നമുക്ക് വേദപുസ്തകത്തിനെ പരിശോധിച്ച് Look at നോക്കാം. verses 6. അതിന്റെ 6-ാം വാക്യം. Abraham gave gift to the sons of concubine, which Abraham had, and while he was still living, he sent them eastward, away from Isaac his son, to the country of the east. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കു ദേശത്തേക്ക് അയച്ചു. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, take a map of Israel or the Middle East map. ഈ ഇസ്രായേൽ അല്ലെങ്കിൽ മധ്യപാശ്ചാത്യ ഭാഗത്തിന്റെ മാപ്പ് നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. Who are living on the east side of Israel? ഇസ്രായേലിന്റെ കിഴക്കിലുള്ള ആരൊക്കെയാണ്? That is the Arabian Peninsula. അറേബ്യ ഭൂഭാഗം അവിടെ ഉണ്ട്. There these children were sent, the children of Keturah. ഈ കെത്തുറയുടെ മക്കളെ ആ ഭാഗത്തേക്കാണ് പറഞ്ഞയച്ചത്. They are the people today living in Saudi Arabia, UAE, Oman, Qatar, Bahrain, etc. ഇവരാണ് അവരുടെ മക്കളാണ് ഈ പറയുന്ന ബഹ്റൈനിലും കുവൈറ്റിലും അതുപോലെ തന്നെ ഒമാനിലും സൗദി അറേബ്യയിലും എല്ലാം പാർക്കുന്നത്. They are all Sunni Muslims. അവിടെ സുന്നി ഇസ്ലാം മതക്കാരുണ്ട്. They went down to south till Yemen. അവർ യമൻ വരയ്ക്കും താഴോട്ട് അവർ ഇറങ്ങി വന്നു. So these are the people allies with Israel, and they are the one who is raising voice in the end time. ഈ രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിന് അനുകൂലമായിട്ട് യുദ്ധസമയത്ത് അവരുടെ ശബ്ദം ഉയർത്തുന്നത്. Have you noted it? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? These are the nations signing treaty with Israel. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ രാജ്യങ്ങളാണ്, ഈ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളാണ് ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. Once by rapture we are taken up. എന്നാൽ ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ നാം എടുക്കപ്പെടും. And after we are taken up, നാം എടുക്കപ്പെടുന്നത് കഴിയുമ്പോൾ, when these things happen, ഈ സംഭവങ്ങൾ അവിടെ ഈ ഭൂമിയിൽ just like the scripture says, ഈ ഇതിനെ കുറിച്ച് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നത്, the world is being prepared. ലോകം അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. Let me tell you another thing. ഒരു കാര്യം കൂടി ഞാനൊന്ന് The ചൂണ്ടിക്കാണിക്കട്ടെ. countries that is allied with Russia,
countries allied with Russia. റഷ്യയോടുകൂടെ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന രാജ്യങ്ങൾ Who are they? അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? They are Iran, ഇറാൻ, ലിബിയ, ടർക്കി, സുഡാൻ. Who are they? ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? They are the terrorist Islamic countries. അത് ഇസ്ലാമിക് ഭീകരവാദികളായിട്ടുള്ള രാഷ്ട്രങ്ങൾ. They are already allied with Russia. അവർ റഷ്യയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞു. Have you, if you open the eyes and you see, already they are allied with Russia. കണ്ണു തുറന്ന് നമ്മൾ നോക്കുമ്പോൾ, ശ്രദ്ധിച്ച് ഈ വാർത്തകൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ രാജ്യങ്ങൾ റഷ്യയുമായിട്ട് ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. And they are all animosity with Israel. അവർക്ക് എല്ലാവർക്കും ഇസ്രായേലുമായിട്ടുള്ള ശത്രുത മാത്രമേ ഉള്ളൂ. But the modern countries like Saudi, Bahrain, Qatar, UAE, Yemen, they are all allied with Israel, and one by one they are signing agreement with Israel. എന്നാൽ ഈ ആധുനികമായിട്ടുള്ള UAE ആകട്ടെ, ഒമാൻ ആകട്ടെ, ബഹ്റൈൻ ആകട്ടെ, അതുപോലെ യമൻ ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഈ രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് അനുകൂലമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള സമാധാന ബന്ധം, ഒരു ഉടമ്പടിയിലേക്ക് അവർ പ്രവേശിക്കുന്നു. We are seeing the events taking place that will lead to tribulation period. ഈ മഹാപീഡനത്തിലേക്ക് നീങ്ങുന്ന സംഭവ വികാസങ്ങളെ നാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. We live in an exciting time. വളരെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. Oh yes, for a believer it is a thrilling day. ഞാൻ പറയട്ടെ, വിശ്വാസികളെ സംബന്ധിച്ച് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന, നമ്മളെ ആഹ്ലാദം നൽകുന്ന ഒരു സമയത്തിലാണ് നാം We know we will be taken up from here. കാരണം നമുക്ക് നല്ല ബോധ്യമുണ്ട്, നാം എടുക്കപ്പെടും. So the rapture can take place anytime. ഈ ഉൽപ്രാവണം ഏത് നിമിഷവും സംഭവിക്കാം. We were analyzing only certain things. ചില കാര്യങ്ങൾ മാത്രമേ നാം ഒരുമിച്ച് ചിന്തിച്ചുള്ളൂ. God willing, tomorrow night also we will see something. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് വീണ്ടും ചില കാര്യങ്ങളെ കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാം. Thank you, brothers and sisters. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ നന്ദിയുണ്ട്. Get prepared. അതിനുവേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Wait for the Lord. ദൈവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. He will come soon. അവൻ എളുപ്പം വരുന്നു. And all our problem will be over. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കും. May the Lord bless you. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.